ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണുന്നത് കില്ലർ പാരഡോക്സിൻ്റെ 7th എപ്പിസോഡാണ്. നിങ്ങൾ ഈ ഡ്രാമ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മുന്നേയുള്ള എപ്പിസോഡ് കാണാനായി ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ ലാസ്റ്റ് നമ്മുടെ സാങ്ങിൻ്റെ അടുത്തോട്ട് ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അവൻകൊന്നൊരു പെൺകുട്ടിയുടെ അപ്പൂപ്പൻ്റെ വീട്ടുകാരായിട്ടുള്ളവരൊക്കെ അവരാണെങ്കിൽ വന്ന് നമ്മുടെ സാങ്ങിനെ കൊല്ലുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാങ് ആണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് കാണിക്കുകയാണ്. എന്നിട്ട് അവർ പേടിക്കുന്നൊന്നുമില്ല, കയ്യിലുള്ള കമ്പും കുഴലും എല്ലാം വെച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. എന്നാൽ സാങ് ആണെങ്കിൽ അവൻ്റെ ഗൺ ഫെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി എൻ്റെ കയ്യിൽ 5 ഗൺ ബുള്ളറ്റാണ് ബാക്കിയുള്ളത്, ഞാൻ നിങ്ങൾ 5 പേരെ ഇതുകൊണ്ട് തീർക്കും, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ കൈ കൊണ്ടാണ് ഞാൻ തീർത്ത് കളയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് അടിവയ്ക്കുന്നുണ്ട്. അതുപോലെ സാങ്ങിനും കുറേ കിട്ടുന്നുണ്ടെങ്കിലും അവൻ ആരെയും വെറുതെ വിടുന്നില്ല. അങ്ങനെ നമ്മുടെ സാങ് ആണെങ്കിൽ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. അവസാനം ഒരേ ഒരാളെ മാത്രം അവൻ്റെ കൊല്ലാതെ വെച്ചിട്ടുണ്ട്. അവൻ വഴിയാണെങ്കിൽ ആ ഒരു ചെയർമാനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ എല്ലാവരും അവൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തു, അവരെല്ലാവരെയും കൊന്നു കളഞ്ഞു, എന്നെ മാത്രമാണ് ബാക്കി വെച്ചിരിക്കുന്നതെന്ന്. ചെയർമാനാണെങ്കിലും ദേഷ്യത്തിൽ ഫോൺ വെക്കുന്നുണ്ട്. ആക്ച്വലി ഈ സാങ്ങിനാണെങ്കിൽ ഇവരൊക്കെ ആരാണ്, എന്തിനാണ് ഇവരെ കൊല്ലാൻ വന്നതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലാൻ വന്നതെന്ന് പറഞ്ഞിട്ട് സാങ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, നീ കൊന്നില്ലേ കൺസ്ട്രക്ഷൻ കമ്പനി മുതലാളിയുടെ ഒരു കൊച്ചുമോളെ, അവളുടെ ആൾക്കാരാണെന്ന്. ഓ, പടം വരയ്ക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അവളുടെ ആൾക്കാരാണോ നീ? ശരി, ഓക്കെ, നിന്നെ കൊല്ലാൻ ഏർപ്പെടുത്തൊക്കെ അവരെവിടെയെങ്കിലും എന്ന് ചോദിക്കും. അപ്പോൾ അവനാണെങ്കിലും ഞാൻ പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവിടേക്ക് ഒരു കൂട്ടം പോലീസുകാർ വരുന്നുണ്ട്. അത് കണ്ടത് നമ്മുടെ സാങ് ആണെങ്കിൽ അവിടെ നിന്ന് ഓടി ഒളിക്കുന്നുണ്ട്. ഒരു പഴയ സീൻ കാണിക്കുകയാണ്. നമ്മുടെ ജാങ്ങും അസിസ്റ്റൻറ്റും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, സാർ നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പോലീസുകാരനായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാങ്ങിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവൻ പറയും, എൻ്റെ പപ്പ ഒരു പോലീസുകാരനായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ അസിസ്റ്റൻറ്റ് പറയും, ഓ, പപ്പ പോലീസുകാരനായതുകൊണ്ട് അതുകൊണ്ട് തന്നെ നീ മോനും പോലീസുകാരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആയെന്ന്. അപ്പോഴാണ് നമ്മുടെ ജാങ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നത്. അവൻ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും അല്ല, എൻ്റെ പപ്പയെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പോലീസായെന്ന്. ഒരു പോലീസ് സ്റ്റേഷനിൽ അവൻ്റെ പപ്പയുടെ അടുത്ത് ഒരാൾ കുട്ടിയാണെങ്കിൽ ആ കവർ നിറച്ച് ഡ്രസ്സ്, ഫുഡ് അങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അടുത്ത് പഴയതിനെ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ കുട്ടി ആരാണെന്നറിയാമോ? അതാണ് നമ്മുടെ ജാങ്. അവന് പപ്പയായിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇത് ഒരു രംഗം മാത്രമാണ്. അവൻ ഡെയിലി പപ്പയ്ക്ക് വേണ്ടുന്നുള്ള ഡ്രസ്സും ഫുഡും കൊണ്ടുവരുന്നുണ്ട്, തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഒരു ദിവസം ചുമ്മാ എന്നപ്പോൾ അവനാണെങ്കിൽ അവൻ്റെ പപ്പയുടെ ഡ്രോയറും തുറന്നു. അതിനകത്താണെങ്കിൽ അവനും പപ്പയും അമ്മയായിട്ടുള്ളൊരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ അത് പതുക്കെ എടുത്ത് നോക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കും, പപ്പയ്ക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, അതിൽ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നതെന്ന്. പക്ഷേ അവിടെ സംഭവിച്ചത്, നീ അത് മോഷ്ടിക്കാനാണോ നോക്കുന്നത് എന്നുള്ള ശബ്ദമാണ്. ആരാണെന്ന് നോക്കിയാൽ ജാങ്ങിൻ്റെ പപ്പയാണ്. വേറൊരു ദിവസം നമ്മുടെ ജാങ്ങിൻ്റെ കയ്യിൽ ഒരു ലൈറ്റർ വെച്ചിരുന്നതിന്, നീ എന്താ സിഗരറ്റ് അടിക്കാൻ പോവുകയാണോ, നീ കഞ്ചാവാകാൻ പോവുകയാണോ എന്നെല്ലാം പറഞ്ഞ് അവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇൻസൾട്ട് ചെയ്തിരിക്കുകയാണ് സംസാരിക്കുന്നത്. ഒരു പ്രായമായപ്പോൾ എനിക്ക് ഇതെല്ലാം കേൾക്കുന്നത് ഒരു ശീലമായി. എനിക്കിതൊന്നും കേൾക്കുമ്പോൾ ഒന്നും തന്നെ തോന്നുന്നും ഉണ്ടാവുന്നില്ല. കാരണം പോലീസായി മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇങ്ങനെ ഒരു സ്നേഹമില്ലാത്ത ഒരു പപ്പയായിട്ടോ സ്നേഹമില്ലാത്തൊരു മനുഷ്യനായിട്ടോ മാറുമോ? ഒരിക്കലുമില്ല എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പപ്പയെ പോലെ ആവില്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലീസുകാരനായത്. അടുത്ത സീനിൽ നമ്മുടെ ജാങ് ആണെങ്കിൽ അവൻ്റെ ആ ഒരു പട്ടിക്കുടനെ കൊണ്ട് ഒരു ഓർഫനേജിൽ അഡോപ്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ, നിങ്ങളൊരു പോലീസുകാരനല്ലേ, നിങ്ങളെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾ എന്തിനാണ് ഇവനെ കൊടുക്കുന്നതെന്ന് പറയും. എനിക്ക് ആരും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാങ് ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് പോലീസ് സ്റ്റേഷൻ കാണിക്കുമ്പോൾ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ജാങ്ങിൻ്റെ അടുത്ത്, നിനക്ക് എത്ര ആൾക്കാരെ വേണം, നിൻ്റെ ടീമിൽ ആരൊക്കെ വേണം, നീ പറ, നീ ആണെങ്കിൽ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജാങ് ആണെങ്കിലും ജോലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സോങ്ങിൻ്റെ ആ ഒരു വീഡിയോ ആണെങ്കിൽ എല്ലാ പോലീസുകാരും കാണുന്നുണ്ട്. അതുവഴി നമ്മുടെ ഹീറോയും റോബിനും പിന്നെ പോരാത്തതിന് ആ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരും എല്ലാം അതിൽ വരുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും കൂടെ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ കമ്പനിയിലോട്ട് പോലീസ് പോകുന്നുണ്ട്. പക്ഷെ പോലീസുകാർ അവിടെ കാണുന്നത് ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുമ്പിൽ ഭയങ്കര സമരം നടക്കുകയാണ്. ഇവരാണെങ്കിൽ നേരായ രീതിക്കല്ല കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. എല്ലാ സിമെൻറ്റും എല്ലാം കുറച്ച് ചെയ്ത് ഒരുപാട് പേര് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഒരുപാട് കേസുകളും കൊടുത്ത് സമരം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാങ്ങിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് അതിൻ്റെ അടുത്ത് സാങ്ങിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മുടെ സാങ്ങിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് വേറെയും കുറച്ച് പേര് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ഷൻ കമ്പനിയിലുള്ള ആൾക്കാരായിരുന്നു. പിന്നെ പോലീസ് വന്ന് അവരുടെ പറ്റി ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സാങ് ആണെങ്കിൽ വേറൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുന്നുണ്ട്. അവനങ്ങനെ മനസ്സിലാക്കുകയാണ് അവനെ പോലീസുകാരും കൺസ്ട്രക്ഷൻ കമ്പനിക്കാരും എല്ലാം തേടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം.
കാര്യം. ഇവിടെ പോലീസുകാരാണെങ്കിൽ സാങ്ങിന്റെ സ്ഥലത്ത് പോയി നോക്കുമ്പം സാങ് എല്ലാവരെയും വിട്ട് എഴുതിച്ചിട്ടുള്ള ആ ഒരു മാപ്പ്, രക്തത്തിൽ കൊണ്ടുള്ള മാപ്പ് അവർ കാണുന്നുണ്ട്. അതുവഴിയായി സാങ് എത്ര പേരെ കൊന്നിട്ടുണ്ട്, എത്ര ആൾക്കാരാണ് അവൻ കാരണം മരണപ്പെട്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം കിട്ടുന്നുണ്ട്. അടുത്ത് നമ്മുടെ ഹീറോയിൻ റോബിനെയാണ് കാണിക്കുന്നത്. അവരാണെങ്കിൽ ഒളിച്ചു നടക്കുകയാണ്. അവരാണെങ്കിൽ ഇങ്ങനെ എവിടെയൊക്കെയോ ഓടി കളിച്ച് ഒളിച്ചിരിക്കുകയാണ്. ആ സമയം നമ്മുടെ റോബിൻ പറയുന്നുണ്ട് നമുക്കിനി സൗത്ത് സൈഡിലോട്ട് പോവാന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ സൗത്ത് സൈഡിൽ എവിടെ പോകും എന്ന് ചോദിക്കും. എന്തായാലും സാങ്ങിനെ ഇപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ എത്രയും പെട്ടെന്ന് പിടിക്കും, പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിനെ സൗത്തിൽ ഇനി എവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്, അതൊക്കെ ഉണ്ട്, എൻ്റെ ഒരു വേറൊരു പ്ലാൻ ഉണ്ട്. എന്നിട്ട് നമ്മുടെ റോബിനും പറയുന്നുണ്ട് അല്ല, ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഞാനല്ലേ, ഇത് ഞാൻ തന്നെ അവസാനിപ്പിക്കും, നീ എൻ്റെ കൂടെ വന്നാൽ മതി, നീ എൻ്റെ കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ കാറിൽ കയറി പതുക്കെ ആടി പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ റോബിനാണെങ്കിൽ ഹീറോയെ കൊണ്ട് ഒരാളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇവരുടെ ഫോണും എല്ലാം ഇപ്പം വന്ന് പോലീസുകാർ ട്രേസ് ചെയ്യുന്നുള്ളതുകൊണ്ട് അവനാണ് വേറൊരു ഐഡിയയിൽ ഫോണും സിമ്മും ഒക്കെ എടുക്കാൻ നിൽക്കുകയായിരിക്കും. പക്ഷെ അയാളാണെങ്കിൽ ഭയങ്കര റേറ്റാണ് പറയുന്നത് ഫോണിന്. അപ്പോൾ നമ്മുടെ റോബിനാണെങ്കിലും ഈ പൈസ കൂടുതലല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളാണെങ്കിലും പൈസ ഉണ്ടോ നിങ്ങൾക്ക് ഫോൺ തരാം, സിമ്മ് തരാമെന്ന് പറയുന്നത്. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒന്നും വേണ്ട അതിൽ നിന്നൊരു ഫോൺ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ റോബിനാണെങ്കിലും സാർ ഇത്രയും ഉള്ളെന്ന് പറഞ്ഞിട്ട് അതും കൊടുത്തിട്ട് അവൻ വരുന്നുണ്ട്. എപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്, നമ്മുടെ ഹീറോയിനെയും റോബിനെയും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 23 വയസ്സായുള്ള പയ്യനെ കാണാതായി, അവൻ്റെ അമ്മ പോകുന്നതും വരുന്നതെല്ലാം ഒളിച്ചു നോക്കി എന്ന് വിഷമിക്കുന്നുണ്ട്. അമ്മയുടെ മുമ്പിൽ പോകാൻ പറ്റാതെ അമ്മയാണെങ്കിലും ചർച്ചിൽ പോയിരുന്നു ഒരുപാട് കരയുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവൻ്റെ മോൻ പോയിട്ട് ഇത്രയും കാലമായി ഇതുവരെ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം ഗോസിപ്പ് അടിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഒരാളെ കാണിക്കുകയാണ്. ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജറാണത്. അവനാണെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ആരാണെന്ന് നോക്കിയാൽ അത് നമ്മുടെ സാങ് ആണ്. സാങ് ആണെങ്കിൽ അവനെ അങ്ങനെ തൂക്കിയെടുത്ത് കുറേ അടിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പോലീസുകാർക്ക് മനസ്സിലായി നമ്മുടെ സാങ്ങിൻ്റെ അടുത്ത എയിം എന്ന് പറയുന്നത് ആ ഒരു കമ്പനി ചെയർമാനാണ്. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനിപ്പോൾ എവിടെയാണോ ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട്. സമയം ഒരു സ്റ്റാഫ് പറയും അവനൊക്കെ വലിയ ലെവലിലിരിക്കുന്ന ആൾക്കാരാണ്, അവരെയൊന്നും നമുക്ക് നേരിട്ട് പോയി കാണാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ജാങ്കും പറയും നമ്മൾ സമയത്തിന് പോയില്ലെങ്കിൽ അയാളുടെ ഫോട്ടോയ്ക്ക് മാല ഇടാന്ന് പറയുന്നുണ്ട്. അടുത്തൊരു ലേഡിയാണെങ്കിൽ ഫോൺ വഴി ചെയർമാൻ്റെ ബോഡി ഗാർഡിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയർമാനെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. എത്ര നേരം ഡിസ്റ്റർബ് ചെയ്യലെന്ന് ബോഡി ഗാർഡ് ചോദിക്കുമ്പം ആ പെൺകുട്ടിയാണെങ്കിൽ സാങ്ങിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഒരു മണിക്കൂറാണ് ഡിസ്റ്റർബ് ചെയ്യലെന്ന് പറഞ്ഞതെന്ന് പറയും. എന്നിട്ട് ഫോൺ വെച്ച ശേഷം നമ്മുടെ സാങ് ആണെങ്കിൽ ഒരു ഗുളിക അവൾക്ക് കൊടുത്തിട്ട് ഇത് കഴിച്ചിട്ട് നീ സമാധാനമായിട്ട് ഉറങ്ങാനാണ് പറയുന്നത്. അപ്പോൾ വെളിയിൽ നിൽക്കുന്ന ബോഡി ഗാർഡ്സും പറയുന്നുണ്ട് ഈ ചെയർമാൻ ഇത് എന്തിൻ്റെ കേടാ, അയാൾക്ക് മരിച്ചുപോയ ആ ഒരു കൊച്ചിൻ്റെ പ്രായമേ ഉള്ളൂ ആ ഒരു പെൺകുട്ടിക്ക്, അവൻ ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന്. അപ്പോൾ മറ്റാളും പറയും പൈസ ഉള്ളവർക്ക് എന്തും തന്നെ ചെയ്യാമല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ ചെയർമാൻ കണ്ണുറക്കുന്നുണ്ട്. അപ്പോഴാണ് ചെയർമാനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത്. അവനാണെങ്കിൽ നല്ലവനൊന്നുമല്ല, വളരെ മോശപ്പെട്ടവനാണ്. അവനാണെങ്കിൽ ഗവൺമെൻറ്റിനെ ഒരുപാട് ആൾക്കാരെയും പറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്. കിട്ടിയ ബിൽഡിങ്ങുകളാണെങ്കിൽ ഒരുപാടെണ്ണം തകർത്ത് വീണിട്ടുണ്ട് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ. അങ്ങനെ ഒരുപാട് പേര് മരണപ്പെട്ടു. അത് കാരണം അവൻ ജയിലിലും പോയി കിടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ അവന് രാജജീവിതമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അല്ല നീ ചെയ്ത ജോലിയൊന്നും ശരിയല്ലല്ലോ, നീ ചെയ്ത എല്ലാ വീടും പൊളിഞ്ഞു വീണല്ലോ എന്നാണല്ലോ കേട്ടതെന്ന് സാങ് അവനോട് ചോദിക്കുന്നുണ്ട്. നീ ഈ ചെയ്തൊക്കെ തെറ്റല്ലേ, നീ കാരണം എത്ര പേരാ മരണപ്പെട്ടത്, അപ്പം നീ തെറ്റുകാരനല്ലേ, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടണ്ടേ. ശരി ഓക്കെ, നീ എത്രയും പെട്ടെന്ന് ഒരു മാപ്പ് എഴുത്, എന്നിട്ട് നാളത്തെ ഈ സമയം വരുന്ന ന്യൂസിൽ നിന്റെ മരണവാർത്ത ഉണ്ടാവും. പക്ഷെ അത് കാണാൻ വേണ്ടി നീ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ കൊല്ലാന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും വെളിയിൽ നിന്ന് പോലീസുകാരൊക്കെ അകത്തോട്ട് വരുന്നുണ്ട്. നമ്മുടെ സാങ് ആണെങ്കിലും ഒരു മിനിറ്റ് ഷോക്ക് ആവുന്നുണ്ട്. അവനാണെങ്കിലും ആ ചെയർമാനെ എടുത്തിട്ട് ബോട്ടിൽ ഓപ്പണർ എടുത്ത് അവൻ്റെ കഴുത്തിലോട്ട് കുത്തുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരെടുത്ത് പറയും നിങ്ങൾ അടുത്ത് വന്നാൽ ഞാൻ ഈ ബോട്ടിൽ ഓപ്പണർ എടുക്കും. അപ്പോൾ അവൻ്റെ കഴുത്തിൽ നിന്ന് രക്തം വന്ന് അവൻ രക്തം വാർന്ന് മരിച്ചു പോകുന്നത്. സാങ് ആണെങ്കിൽ ഒരുപാട് ഡിമാൻഡ്സൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ജാങ് ഇതൊക്കെ കേൾക്കുമോ, നീയേ ഒരു കള്ളൻ, ഒരുപാട് കൊല ചെയ്ത ഒരു കള്ളൻ, നിന്റെ വാക്ക് ഞാൻ കേൾക്കണമെന്നാണ് നമ്മുടെ ജാങ് ചോദിക്കുന്നത്. അത് കേട്ട് നമ്മുടെ സാങ് ആണെങ്കിൽ നമ്മുടെ ചെയർമാൻ്റെ ബോഡി ഗാർഡിൻ്റെ കണ്ടോ, ഈ പോലീസുകാർക്ക് നിന്റെ ചെയർമാൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നീ അയാളെ പിടിച്ച് മാറ്റെന്ന് പറയും. അത് കേൾക്കുന്ന നമ്മുടെ ജാങ് ആണെങ്കിലും പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം നമ്മുടെ ജാങ് പറയുന്നുണ്ട് നീ ശ്രദ്ധിച്ചോ, മര്യാദയ്ക്ക് നിന്നൊക്കെ ഞാനിരും ഷൂട്ട് ചെയ്യും, അപ്പോൾ നിന്റെ ജീവനും പോകുമെന്ന് പറയും. അപ്പം നമ്മുടെ അങ്ങ് നിനക്ക് അങ്ങനെ കൊല്ലണമെന്നുണ്ടായിരുന്നു, എന്നെ ആദ്യമേ കൊല്ലാമായിരുന്നല്ലോ. അല്ല ഒരു മിനിറ്റ്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നല്ലോ, വെയിറ്റ്, നീ ആ ഒരു ജാപ്സോൻ്റെ മോനാണോ എന്ന് ചോദിക്കും. നമ്മുടെ ജാങ്ങിൻ്റെ പപ്പേനെ ഇവൻ അറിയാമെന്നുള്ള പോലെ. എന്നിട്ട് ജാങ്ങിൻ്റെ ഫുൾ നെയിം നമ്മുടെ സാങ് പറയുന്നുണ്ട്.
അപ്പോൾ ഒരു പഴയ കാര്യം കാണിക്കുന്നുണ്ട്. നമ്മുടെ ജാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഫോണിൽ ആരടുത്തും സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എൻ്റെ ഹസ്ബൻഡ് ഉള്ളപ്പോൾ കോൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. ശരിക്കും നമ്മുടെ ജാങ്ങിൻ്റെ പപ്പയുടെ കൂടെയാണ് സാങ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൻ ചോദിക്കും, നിൻ്റെ അമ്മയ്ക്ക് സുഖമാണോ എന്ന്. നീ എന്നെ കൊല്ലാൻ വേണ്ടിയാണോ പോലീസുകാരനായത്, നിൻ്റെ പപ്പേനെ അങ്ങനെ ചെയ്തതിന് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാങ്ങിന് ഭയങ്കര ദേഷ്യമാവുന്നുണ്ട്. അവനാണെങ്കിൽ ഗണ്ണ് അവൻ കൊണ്ട് അവൻ്റെ അടുത്തോട്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നു എന്ന് വരുമ്പോഴേക്കും നമ്മുടെ സാങ് ആണെങ്കിൽ ആ ഒരു ഓപ്പണറിനെ കഴുത്തിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഒരുപാട് ബ്ലഡ് അങ്ങ് സ്പ്രെഡ് ആവുന്നുണ്ട്. എല്ലാവരും നമ്മൾ അവനെ ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ജാങ് ആണെങ്കിൽ സാങ്ങിനെ ഷൂട്ട് ചെയ്യുന്നില്ല. അവിടുത്തെ പോലീസുകാരാണെങ്കിലും നമ്മുടെ സാങ്ങിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ നമ്മുടെ ജാങ്ങിൻ്റെ അടുത്ത്, നിങ്ങളൊന്നും പേടിക്കേണ്ട, നമ്മുടെ ചെയർമാന് ഒന്നും തന്നെ സംഭവിക്കില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, അവൻ രക്ഷപ്പെടും എന്ന് പറയും. പിന്നെ നീ ഈ ഒരു കേസിലുണ്ടെന്നുള്ളത് ആരോടും പറയണ്ട, കാരണം നീയാണ് സാങ്ങിനെ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ പപ്പേനെ അങ്ങനെ ചെയ്തതിനുള്ള പ്രതികാരമാണ്, റിവെഞ്ച് ആണെന്നുള്ള രീതിക്കെല്ലാം വരും, നിനക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് പറയും. നമ്മുടെ ജാങ് ആണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കും. ആ സമയം ക്യാപ്റ്റൻ വിളിച്ച്, നിൻ്റെ പപ്പേനെ ആ ഹോസ്പിറ്റലിലല്ലേ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്, നീ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്യേണ്ട, നീ നമ്മുടെ പോലീസ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു, ചിലവെല്ലാം പോലീസ് നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ സാങ്ങും കേൾക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ ജാങ് ആണെങ്കിൽ കാറിലിരിക്കുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര ദേഷ്യം, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഇത്രയും കാലം അവൻ്റെ പപ്പ കോമയിലിരിക്കാനുള്ള കാരണക്കാരനായ ആളെ അവൻ്റെ കൺമുന്നേ കണ്ടു, പക്ഷെ അവനൊന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അടുത്ത് നമ്മുടെ ഹീറോയും റോബിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ റോബിനാണെങ്കിൽ ഹീറോയുടെ അടുത്ത് അവൻ്റെ കഥ പറയാൻ തുടങ്ങിയാണ്. നീ എന്നോട് ചോദിച്ചില്ല എൻ്റെ പാരൻസ് എവിടെയെന്ന്, അവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, എൻ്റെ 10 വയസ്സ് പ്രായത്തിൽ തന്നെ അവരെന്നെ വിട്ടുപോയി. ഞാൻ നൈറ്റ് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. എന്നാൽ അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ കാണുന്നത് എൻ്റെ പപ്പയും അമ്മയും മരിച്ചെടുക്കുന്നതാണ്. രാത്രി ഏതോ കള്ളന്മാർ വന്ന് അവരെ കൊന്നു കളഞ്ഞു. ഞാൻ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് തന്നെ ഒരു ശബ്ദവും ഞാൻ കേട്ടില്ല. അടുത്ത സീനിൽ അവൻ്റെ അമ്മയുടെയും പപ്പയുടെയും പ്രാർത്ഥന നടക്കുകയാണ്. എന്നാൽ അവിടെ വന്ന ആർക്കും തന്നെ അവരെങ്ങനെ മരിച്ചു, ആര് കൊന്നു എന്നുള്ള കാര്യത്തെപ്പറ്റി അന്വേഷിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റും കണ്ടില്ല. അത് നമ്മുടെ കുട്ടി റോബിന് ഭയങ്കര വേദനയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാരെ കൊന്നവർക്കെതിരെയുള്ള ശിക്ഷ ഞാൻ കൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷെ എൻ്റെ ശരീരത്തിന് അതിനുള്ള ശക്തിയില്ല, ഞാൻ ഒരുപാട് വീക്കായിരുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ശക്തിയുള്ള ആൾക്കാരെ തേടാൻ തുടങ്ങിയത്, ഞാൻ തേടി തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ തുടങ്ങിയതെന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നുണ്ട്. നമ്മുടെ സാങ്ങിനെ കാണിക്കുകയാണ്. അവന് പോലീസുകാരായിട്ട് കാറി ഇരിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ സാങ് പറയും, സാർ എൻ്റെ കയ്യിലുള്ള ഒരു ഹാൻഡ് കഫ് ഒന്ന് മാറ്റി തരുമെന്ന്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ അവന് പച്ചയ്ക്ക് തെറി വിളിക്കായിരിക്കും. അപ്പം നമ്മുടെ സാങ് ആണെങ്കിൽ, നിങ്ങൾക്ക് എന്നെ കണ്ട കള്ളം പറയുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലിരുന്ന ഗ്ലൗസിനെ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോഴാണ് കാണുന്നത് കൈയൊക്കെ അഴുകിയിരിക്കുകയാണ്. സാർ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ട്, എൻ്റെ കൈ ഇരിക്കുന്ന കണ്ടോന്ന്, എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടുന്നു, വെപ്രാളെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അഭിനയിക്കുമ്പോൾ പോലീസുകാരാണെങ്കിൽ അവൻ്റെ ക്ലാഫിനെ ചെറുതായിട്ടൊന്ന് ഊരുന്നതേ ഉള്ളൂ. നമ്മുടെ സാങ് ആണെങ്കിലോ പോലീസുകാരൻ്റെ കുരവളി എന്നെ കടിച്ചെടുത്തെറിയുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും കൊന്നിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ആ ഒരു ചെയർമാനാണെങ്കിൽ മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ ആ ഒരു സ്ഥലത്ത് ഒരുപാട് പിടിപാടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാപ്റ്റനെ ആണെങ്കിൽ പിടിച്ചിരുത്തി ഭയങ്കരമായിട്ട് കുടയുന്നുണ്ട്. കാരണം ക്യാപ്റ്റനെയോ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല, പക്ഷെ ആ ഒരു കള്ളനെ, ആ കൊലയാളിയെ നിങ്ങൾ എന്തിനു രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞും കൊണ്ടാണ് നമ്മുടെ ക്യാപ്റ്റനിട്ട് എല്ലാവരും വഴക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹീറോയും റോബിനും ആണെങ്കിൽ ഒരിടത്തു നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ഹീറോ ചോദിക്കും, അല്ല ഈ കാറും ഫോണും ഒക്കെ വാങ്ങാനുള്ള പൈസ നിനക്ക് എവിടെ നിന്നാ റോബിന്? അപ്പം അവനും പറയും, ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിരുന്നതിൻ്റെ എല്ലാ കളക്ഷൻ ഫിഗേഴ്സും ഞാൻ വിട്ടു വന്ന്. ആ സമയമാണ് ടി വിയിലൊരു ന്യൂസ് വരുന്നത്, ചെയർമാനെ കൊന്ന് നമ്മുടെ സാങ്ങിനെ പോലീസ് പിടികൂടി. എന്നാൽ അവൻ പോലീസിൻ്റെ കയ്യിൽ നിന്ന് വിദഗ്ധമായി ചാടിപ്പോയി എന്നുള്ള കാര്യം. കൂട്ടത്തിൽ അവന് ഹെൽപ്പ് ചെയ്യുന്ന 2 പേര് പുറത്തുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെയും റോബിൻ്റെയും ഫോട്ടോയാണ് അവിടെ വരുന്നത്. ഈ ന്യൂസ് ആണെങ്കിൽ എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട്സ് എല്ലാവരും കണ്ട് ഷോക്ക് ആവുന്നുണ്ട്. അവൻ്റെ ചേച്ചി ഇത് കാണുന്നുണ്ട്. അവൻ്റെ അമ്മ ഈ ന്യൂസ് കണ്ട് ബോധം കെട്ട് വീഴുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കാര്യം അറിയുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. കാറൊക്കെ അടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാങ്ങിനെ എന്തെങ്കിലും പോലീസ് പിടിക്കും, അതോടെ ഇവരുടെ തലേന്ന് ആ കേസൊക്കെ അങ്ങ് ഊരും, ഇവർ രക്ഷപ്പെടാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ ഇപ്പം സാങ് ചെയ്ത എല്ലാ കുറ്റത്തിനും ഹെൽപ്പേഴ്സായിട്ട് ഹീറോയും റോബിനുമാണ് ഉണ്ടായിരുന്നതെന്ന് വന്നതുകൊണ്ട് തന്നെ ഇവരാണ് എല്ലാത്തിനും പിന്നിൽ നിന്നാണ് ഇപ്പം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ താങ്ങാൻ പറ്റുന്നില്ല. സമയം നമ്മുടെ റോബിനാണെങ്കിൽ ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വേറൊരു പ്ലാൻ ഉണ്ട്, നമുക്ക് ഈ കൺട്രി വിട്ടിട്ട് പെട്ടെന്ന് പുറത്തോട്ട് പോകാം, എന്നിട്ട് എൻ്റെയൊക്കെ അവിടെ അറിയാവുന്ന ഒരാളുണ്ട്, നീ വിഷമിക്കേണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ കൂടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്.
ഇവിടെ നമ്മുടെ സാങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവൻ്റെ കയ്യിൽ ആ ഒരു രോഗം ഉള്ളത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിലുള്ള നഖങ്ങൾ എല്ലാം ഇളവ് വരെയാണ്. അവനത് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയെന്ന് അവൻ പറയുന്നുണ്ട്. എനിക്ക് ഈ ജീവിതം ബോറടിക്കുന്നു എന്ന് പറയുന്നുണ്ട്. റോബിനാണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ്, ദന്തൽ ഡോക്ടറെ. ഇത് വെറും ഡോക്ടറൊന്നും അല്ല, ഇല്ലീഗലായിട്ട് ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലോട്ട് പോകാൻ വേണ്ടിയുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. പോരാത്തതിന് റോബിനെ എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ, നീ ഇനി ഇങ്ങോട്ട് വരത്തില്ല എന്നല്ലേ പറഞ്ഞതെന്ന് പറയും. അപ്പോൾ റോബിനാണെങ്കിലും എനിക്കൊരു ഹെൽപ്പ് കൂടെ ചെയ്യണം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്നെ സഹായിച്ചിട്ട് എനിക്ക് ഈ ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം എന്ന് പറയും. അങ്ങനെ അവിടേക്ക് വേറെ രണ്ടുപേരൂടെ വരുന്നുണ്ട്. എന്നിട്ട് അവർ പ്ലാൻ ചെയ്യാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് പോവുകയാണ്. അതിന് 2 പ്ലാൻസ് ആണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഷിപ്പിൽ പോകുന്നത്, കണക്റ്റിംഗ് ഷിപ്പ് ഉള്ളത് ഒന്നുമില്ലാതെ ഇതിൽ കയറിയ കറക്റ്റ് ആ കൺട്രിയിൽ പോയിട്ട്. പിന്നെ രണ്ടാമത്തെ പ്ലാൻ ആണെങ്കിൽ കണക്റ്റിംഗ് ഷിപ്പുകൾ മാറി മാറി വേറൊരു രീതിയിൽ നമ്മൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോലെ കയറി പോകുന്നതാണ്. ഏതാണെങ്കിലും രണ്ടിനും നല്ലപോലെ കാശാവുമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജാങ്ങിനാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നുണ്ട്. ജാങ് ആണെങ്കിൽ അവൻ്റെ അമ്മയെ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോൾ ബോബിയുടെ ശരിക്കും എന്തിനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം അവൻ്റെ പപ്പ രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ അവർ കോമ സ്റ്റേജിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇനിയാണെങ്കിൽ അത് നിർത്തി വെന്റിലേഷൻ മാറ്റാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഒരു ഡോക്ടർ പറയുന്നത്, ഒരു ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ പപ്പ ജീവനിലോട്ട് തിരിച്ചു വന്നേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ മരണപ്പെടും. ഇത് ജീവിക്കാനുള്ള ചാൻസ് 95% പോലും ഇല്ല, ആ ഒരു 5% ഉള്ളൂ. പക്ഷെ മരണപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷന് സമ്മതമൊന്ന് സൈൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ജാങ് ആണെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം മനസ്സോടെയാണെങ്കിലും അവൻ ആ ഒരു ഓപ്പറേഷന് വേണ്ടി സമ്മതിക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ സാങ് ആണെങ്കിൽ അവൻ്റെ ആ ഒരു ഫോണിനെ സ്വിച്ച് ഓൺ ചെയ്ത് വേറൊരു വണ്ടിയിൽ ഉപയോഗിച്ചിട്ട് ഓടുന്നുണ്ട്. പോലീസുകാരാണെങ്കിലും സാങ്ങിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നിടത്ത് അവൻ ആ വണ്ടിയിൽ ഉപയോഗിച്ച ഫോണാണ് കിട്ടുന്നത്. അങ്ങനെ സാങ് അവൻ്റെ വഴിക്ക് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ആ ഒരു ഫോണിന് പോലീസുകാർ കിട്ടുന്നത് കൊണ്ട് തന്നെ അവർക്ക് അവനെ പറ്റിയുള്ള അഡ്രസ്സിങ് കിട്ടാതെ പോവുകയാണ്. നമ്മുടെ ഹീറോയും റോബിനും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം റോബിൻ്റെ ഫോണിലോട്ട് ഡോക്ടർ കോൾ ചെയ്യുന്നുണ്ട്. പറ ഡോക്ടർ എന്ന് പറയുമ്പോൾ അപ്പുറത്താരാ, നമ്മുടെ സാങ്. റോബിനെ, നീ എന്തായി ചെയ്യുന്നത്? ഇപ്പോൾ പോലീസ് എന്നെ മാത്രമല്ല അന്വേഷിക്കണം, നമ്മൾ 3 പേരെ അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ 3 പേരും ഒന്നിച്ചല്ലേ ഇരിക്കേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിരിക്കാൻ നമ്മുടെ സാങ് പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ലൊക്കേഷനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ റോബിനാണെങ്കിലും ഫോൺ കട്ട് ചെയ്യുമ്പോൾ ആരാന്ന് ചോദിക്കും. അപ്പം നമ്മുടെ റോബിനാണെങ്കിലും അതിനെ കള്ളം മറച്ചുകൊണ്ട് അവനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് ഒന്നും പറയത്തില്ല. എന്നിട്ട് പറയും, പോലീസുകാർ നമ്മളെ കണ്ടുപിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ നമുക്കിനി നടന്നു പോകാം, കാറ് വേണ്ട ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റോബിൻ ഒരുപാട് സ്നാക്സിനെ ബാഗിനകത്ത് കുത്തി നിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ആദ്യം ഫ്രണ്ടിൽ നിന്ന് പോകാൻ പറയും. അപ്പം നമ്മുടെ ഹീറോ ചോദിക്കും, അപ്പം നീ വരുന്നില്ലേന്ന്. ഇല്ല, ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നീ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിറകെ വരാമെന്ന് പറയും. ഹീറോയ്ക്കാണെങ്കിൽ റോബിൻ പറഞ്ഞൊന്നും വിശ്വാസം വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ റോബിൻ്റെ ഫോണിൽ ഹീറോയുടെ ഒരു GPS ലൊക്കേഷൻ ട്രാക്കർ വെച്ചിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു മെസ്സേജ് കിട്ടുന്ന പോലെ ആക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ ഹീറോ ആണെങ്കിലും ഒളിഞ്ഞും മറിഞ്ഞുമൊക്കെ ആ പറഞ്ഞ സ്ഥലത്ത് വരുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ഒരാളാണെങ്കിലും വന്നിട്ട് നമ്മുടെ ഹീറോയുടെ ഒരു പാസ്പോർട്ടാണ് കൊടുക്കുന്നത്. ഒന്നല്ല രണ്ട് പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പറയും. അവനാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യാതെ, നമ്മൾ ഇപ്പോഴല്ല പോകുന്നത്, ഇരുട്ടിയതിന് ശേഷമേ പോകാൻ പറ്റുള്ളൂ, നീ അതുകൊണ്ട് ഇവിടെ ഒളിച്ചിരിക്കണം, ഇരുട്ടിയതിന് ശേഷം കപ്പൽ വരും, അപ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ എന്തോ ഒരു പന്തിയേട് മണക്കുന്നുണ്ട്. റോബിൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ എത്തിയിട്ടില്ല, എന്താ പറ്റിയെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ടെൻഷൻ വരുന്നുണ്ട്. നമ്മുടെ റോബിനാണെങ്കിൽ ഏതോ ഒരു വീടിൻ്റെ കീ തുറക്കാൻ വേണ്ടി നോക്കുകയാണ്, ഡോർ പാസ്വേഡ് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആരുടെ വീടാണെന്ന് നോക്കിയാൽ നമ്മുടെ ജാങ്ങിൻ്റെ വീടാണ്. പക്ഷേ എങ്ങനെ നോക്കിയിട്ട് നമ്മുടെ റോബിനാണെങ്കിൽ ആ ഒരു ഡോറിൻ്റെ ലോക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ജാങ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒരുപാട് പേരെ കൊന്നു, എന്നിട്ട് ഡീല് വരെ സംസാരിക്കാനാണോ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ സാങ്ങിനെ പിടിച്ചു തരാനാണ് നോക്കിയെന്ന് നമ്മുടെ റോബിൻ പറയുമ്പോൾ, നിനക്ക് എന്തിൻ്റെ കേടാണ്, നീ കാരണമാണ് ലീറ്റാങ് ആണെങ്കിലും സാങ് ആണെങ്കിലും ഈ ഒരു ഇതിലോട്ട് വന്നത്, എല്ലാത്തിൻ്റെയും കാരണം നീയാണ്. ആ ചെയർമാൻ വരെ മരിച്ചുപോയി, ഇപ്പോൾ എല്ലാ തലവേദനയും ഞങ്ങൾക്ക് മാത്രമാണ്, നീ കാരണം എത്ര പേരാണ് മരിച്ചതെന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിക്കും. ആ സമയം നമ്മൾ റോബിനാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് എന്തോ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജാങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ ആരും അതിലേക്കൂടെ നടന്നു പോകുന്നത് പോലെ തോന്നുന്നുണ്ട്. ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആരെയും കാണത്തില്ല. ഫ്രണ്ടിൽ നോക്കുമ്പോൾ ഒരു ഫ്ലവർ വേസിനകത്ത് കുറച്ച് പൂവുണ്ടായിരിക്കും. നമ്മുടെ ജാങ് വന്നു എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ ഫ്രണ്ടിലോട്ട് പോയി നോക്കുന്നുണ്ട്. ആരവിടെ വന്നേക്കെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സാങ് ആണ്. നമ്മുടെ റോബിനാണെങ്കിൽ സാങ്ങിനെ പിടിച്ചു തരാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം, എന്നെപ്പോലെ അവനെ മനസ്സിലാക്കിയ വേറെ ആരുമില്ല നമ്മുടെ ജാങ്ങിൻ്റെ സംസാരിക്കുന്നുണ്ട്.
ഞാൻ പറയുന്ന പോലെ കേട്ടാ ഞാൻ നിങ്ങൾക്ക് അവൻ്റെ ലൊക്കേഷൻ തരാമെന്ന് പറയും. പക്ഷെ നമ്മുടെ ജാങ് ആണെങ്കിൽ ഇതൊന്നും കേൾക്കാൻ റെഡിയല്ല. പോടാ കളഞ്ഞിട്ട് പോടാന്നാണ് പറയുന്നത്. ആ സമയം നമ്മുടെ ജാങ്ങിനൊരു കോൾ വരുന്നുണ്ട്. നമ്മുടെ ജാങ് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അവനെന്തോ ഭയങ്കര വിഷമമായിട്ട് അവിടെ നിന്ന് എവിടെയൊക്കെയോ പോകുന്നുണ്ട്. മഞ്ഞ ഡ്രസ്സിൻ്റെ ആ ഒരു പട്ടിക്കുട്ടനെ ആരും അഡോപ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവരാണെങ്കിലും അവൻ്റെ ആ ഒരു ലേസ് അഴിച്ച് വിടുമ്പോഴാണ് അവനാണെങ്കിൽ അതിലുള്ള ലേഡീനെ ഭയങ്കരമായിട്ട് കടിച്ചുപദ്രവിക്കുന്നത്. കാരണം ആ പട്ടിക്കുട്ടന് അവളെ കാണുമ്പോൾ അവളുടെ പഴയ ഓണറായിട്ടാണ് തോന്നുന്നത്. ആ സമയം എല്ലാവരും കൂടെ പിടിച്ചു മാറ്റുന്നുണ്ട്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് ആ ഒരു പട്ടിക്കുട്ടൻ നമ്മുടെ ജാങ്ങിൻ്റെ അടുത്ത് മാത്രമേ അടങ്ങൂ എന്നുള്ള കാര്യം. ജാങ് നമ്മുടെ ജാങ്ങിൻ്റെ പപ്പയുടെ അവിടെ വന്നിട്ടുണ്ടല്ലോ. എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒരു സ്മൈലി എങ്കിലും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു എപ്പിസോഡ് കൂടിയാണ് ഈ ഡ്രാമയ്ക്കുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ അത് നമ്മളുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാത്തിരിക്കുക. അടുത്ത ഏത് ഡ്രാമ വേണമെന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യുക. ബൈ.